എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാസുകയെ കാണിക്കുകയാണ്. അവനിപ്പോ ഏതോ ഒരു ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പ അവൻ കാണും ആ ഗ്രാമത്തിലുള്ളവരെ എല്ലാവരെയും ആരോ ആക്രമിച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ജൂഗോയെയും സുഗട്സുവിനെയും കാണിക്കും. അവർ രണ്ടുപേരും ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അങ്ങനെ നടന്നു വരികയാണ്. ജൂഗോ ആണെങ്കിൽ ഒത്തിരി ബേർഡ്സിനോടൊക്കെ സംസാരിച്ച് അവൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചോദിച്ചു മനസ്സിലാക്കും. സുഗട്സു ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ നടക്കുന്ന ആ ഒരു വാറിന്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ കൊനഹമാരു അവനാണെങ്കിൽ ചെറിയൊരു സോൾജിയർ ടീമൊക്കെ ഉണ്ടാക്കി ഓരോ ബാറ്റിൽ ഫീൽഡിലെ ഇൻഫർമേഷൻ അതിപ്പോ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങും. ലീഫ് വില്ലേജിലാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കൊനഹമാര് പറയും നമ്മുടെ ജീവൻ കൊടുത്തും നമ്മൾ ഈ വാറില് നമ്മളെ കൊണ്ടാവുന്ന പോലെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഗ്രാമത്തെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോഴായിരിക്കും അവരുടെ തൊട്ടടുത്തുള്ള ഒരു റൂമിൽ നിന്ന് കരീനയുടെ നിലവിളി അവർ കേൾക്കുക. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ചെക്കന്മാര് അവരിപ്പോ ട്രൗസറും പൊക്കി അവിടുന്ന് ഓടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കരീനയെ കാണിക്കും. അവളുടെ കയ്യില് സാസുകയുടെ ഒരു ഫോട്ടോ. അവൾ അന്യനെ പോലെ എന്തൊക്കെയോ പറഞ്ഞ് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. അതിനുശേഷം സാസുകയുടെ ഫോട്ടോ അതങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവൾക്ക് കാവല് നിൽക്കുന്ന മറ്റു രണ്ട് ഷിനോബികള് അതിലൊരുത്തം പറയും കുഴപ്പമൊന്നുമില്ല, അതൊരു ഫോട്ടോ അല്ലേ, തൽക്കാലം അവള് അത് നോക്കിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരാണെങ്കില് ഇപ്പൊ കാർഡ്സ് കളിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും കരീനയെ കാണിക്കുക. അവളുടെ സ്പെക്സ് അത് ഊരിയെടുത്ത് ഫ്രെയിമിന്റെ അകത്ത് നിന്ന് ഒരു കത്തി പുറത്തേക്കെടുക്കും. അതിനുശേഷം സാസുകിയുടെ ഫോട്ടോ അതിന്റെ ഒരു പ്രൊഫൈല് അതങ്ങനെ കീറിയെടുത്ത് ആ ഫ്രെയിം അതിപ്പോ അവൾ ഓപ്പൺ ചെയ്യും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ഒരു ഫ്രെയിമിൽ നിറച്ച് വെപ്പൻസ് ആണ്. അവൾ അതുപയോഗിച്ച് എങ്ങനെയെങ്കിലും സെല്ല് തുറന്ന് പുറത്തു ചാടാനായിട്ട് ശ്രമങ്ങൾ ആരംഭിക്കും. അപ്പൊ അതേസമയം ഇവിടെ ജൂഗോയും സുഗട്സുവും അവർ രണ്ടുപേരും സാസുകയെ അന്വേഷിച്ച് ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ ഒരു ഹൈഡ് ഔട്ടിലേക്ക് വരും. അവർ ലൈറ്റ്സ് ഒക്കെ ഇട്ട് സാസുകയുടെ പേര് വിളിച്ച് മുൻപോട്ട് നടക്കും. അപ്പോഴായിരിക്കും ജൂഗോയ്ക്ക് അവന്റെ കേഴ്സ് മാർക്ക് പവർ അവിടെ നിന്ന് നല്ല വേദന എടുക്കാൻ തുടങ്ങുക. സുഗട്സു ആണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. ഒരുപക്ഷെ ജൂഗോയുടെ റാംപേജ് അത് ആരംഭിച്ച അവനെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ ആരുമില്ല. അപ്പൊ ജൂഗോയ്ക്കാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ തുടങ്ങും. അവൻ സുഗട്സുവിനോട് പറയും നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളൂ, പക്ഷെ എനിക്ക് മറ്റെന്തോ ഒരു ഫീലിംഗ് അനുഭവപ്പെടുകയാണ്. അത് കേട്ട് സുഗട്സു അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. സാസുക അവനെ മോചിപ്പിച്ച ആ ഒരു ദിവസം. സുഗട്സു സാസുകയോട് പറയും നീ ഇപ്പോ എന്നെ രക്ഷിക്കാൻ ഇവിടെ എത്തിയെങ്കിൽ അതിനർത്ഥം നീ ഒറോച്ചിമാറുവിനെ കൊന്നുകളഞ്ഞു എന്നാണ്. സാസുക പറയും അതെ, ഞാൻ ആ ഒറോച്ചിമാറുവിനെ കൊന്നു. സാസുക പറയും എന്റെ ആദ്യത്തെ ആള് നീയാണ്, ഇനി എനിക്ക് ജൂഗോ ആൻഡ് കരീന അവരെ രണ്ടുപേരെ കൂടെ കണ്ടെത്തി എന്റെ ടീമിൽ ചേർക്കണം. സുഗട്സു ചോദിക്കും നിനക്കെന്ന മര്യാദയ്ക്ക് അവരെ രണ്ടുപേരെ രക്ഷപ്പെടുത്തി അവരെ നിനക്ക് നിന്റെ കൂടെ കൂട്ടിക്കൂടായിരുന്നോ? സാസുക പറയും മിണ്ടിപ്പോരുത്, നിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് എന്റെ കൂടെ വാ. സാസുക പറയും എനിക്കൊരു വലിയ ഗോളുണ്ട്, അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ടീം എനിക്ക് ആവശ്യമാണ്. സോ നിങ്ങൾ 3 പേരും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കെന്റെ ഗോള് അത് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനിപ്പോ സുഗട്സുവിനെയും ജൂഗോയെയും കരീനയെയും അവരെ 3 പേരെയും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവരും. സാസുക പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സഹായിക്കാം, എന്റെ ലക്ഷ്യം അത് മറ്റൊന്നുമല്ല, എന്റെ ബ്രദർ ഹിറ്റാച്ചി അവനെ കൊല്ലുക എന്നതാണ്. ആരെയും ഞാൻ ഫോഴ്സ് ചെയ്യില്ല. ഈ ടീമിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകാവുന്നതാണ്. കരീനയാണെങ്കിൽ ഇപ്പൊ കൂലങ്കക്ഷായിട്ട് ആലോചിക്കും. അതിന് സുഗട്സു നിന്റെ ഡ്രാമ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിനക്ക് ഓൾറെഡി സാസുകയോട് ക്രഷല്ലേ, നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം, പിന്നെന്തിനാ നീ ഡിമാൻഡ് കാണിക്കുന്നേ? അതിന് കരീനയ്ക്ക് കലി കയറി അവളുടെ കൈ ചുരുട്ടി അവന്റെ തലയ്ക്കൊരു ഒറ്റ ഇടി വെച്ചു കൊടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് സുഗട്സു അവനിപ്പോ ജൂഗോയോട് പറയും ഞാൻ സാസുകയെ പോലെ ഇത്രയും വാക്കിന് വിലയില്ലാത്ത ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ ആദ്യം പറഞ്ഞത് അവന്റെ ബ്രദർ ഹിറ്റാച്ചിയെ അവനെ കൊല്ലുന്നതാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും ഗോളെന്നുമാണ്. അതിനുശേഷം ടോബി പറഞ്ഞ കാര്യങ്ങള് അതൊക്കെ വിശ്വസിച്ച് അവന്റെ റിവഞ്ച് അത് പിന്നീട് ആ ലീഫ് വില്ലേജിനോടായി മാറി. അങ്ങനെ ഓരോ തവണയും സാസുക അവന്റെ റിവഞ്ചും ഗോളും ഒക്കെ തന്നെ ചേഞ്ച് ചെയ്യാണ്. മാത്രമല്ല ടോബിയുടെ റിക്വസ്റ്റ് പ്രകാരം ആ 8th ടൈലിനെ അതിനെ പിടിക്കാൻ സാസുക നമ്മളെ കൂട്ടി ആ 8th ടൈലിന്റെ അടുത്തേക്ക് പോയി. അവർ 4 പേരും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്താണ് കില്ലർ ബിയെ അവനെ കീഴ്പ്പെടുത്തിയത്. ആ ഒരു ഫൈറ്റില് സാസുകയ്ക്ക് അവന് ഒരുപാട് പരുക്കുകൾ പറ്റും. പക്ഷെ സുഗട്സു അവന്റെ വാട്ടർ പവർ ഉപയോഗിച്ച് കില്ലർ ബി ആയിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അതേസമയം ജൂഗോയും കരീനയും അവർ രണ്ടുപേരും ചേർന്ന്
അവിടെ നിന്ന് സാസുകയെ മറ്റൊരു സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങും. അപ്പൊ അതേസമയം ആ എയ്ത്ത് ടൈല് അതവന്റെ ഫുൾ പവർ എടുത്ത് സുഗട്സുവിന്റെ വാട്ടർ സ്റ്റൈല് അതങ്ങനെ അടിച്ച് തകർത്ത് ഒരു കല്ലാക്കി മാറ്റും. കട്ട് ചെയ്ത സുഗട്സു പറയും, ജസ്റ്റ് മിസ്സിനാണ് ഞാനിന്ന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഞാനിന്ന് നിങ്ങളോടൊപ്പം ജീവനോടുകൂടെ ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികൾ നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് സാസുക അവൻ അടങ്ങാൻ തയ്യാറായില്ല. അതിനുശേഷം അവൻ ആ 5 കാക്കകളെ അറ്റാക്ക് ചെയ്യാൻ അവിടേക്ക് എത്തി. അവിടെ വെച്ച് റെയ്ക്കാഗയും ഡാറുകയും അവർ രണ്ടുപേരും ചേർന്ന് സാസുകയെ അറ്റാക്ക് ചെയ്തു. അപ്പോഴാണ് നീയും ഞാനും നമ്മൾ രണ്ടുപേരും അവിടേക്ക് ചെന്ന് ആ ഫൈറ്റ് തടുത്തു നിർത്തിയത്. എന്നിട്ടും സാസുക അവന്റെ കലി അടങ്ങാതെ ആ ഒരു വലിയ ബിൽഡിങ് അതങ്ങനെ വെട്ടി നിരപ്പാക്കി. പില്ലറുകളുടെ ഇടയിൽപ്പെട്ട് ഞാൻ ഒരുപാട് വേദനയില് നിലവിളിച്ച് കരഞ്ഞു. സുഗട്സു അവനിപ്പോ ഓപ്പൺ ആയിട്ട് പറയും, സത്യം പറഞ്ഞ നിങ്ങൾ ആരെയും എനിക്കിഷ്ടല്ല. അത് കേൾക്കേണ്ട താമസം ആ ഒരു കേഴ്സ് മാർക്ക് പവർ അതുപയോഗിച്ച് അവൻ ചാടി വന്ന് സുഗട്സുവിന് ഒറ്റ കിട്ടി. സുഗട്സുവിന് വാട്ടർ പവർ ആയതുകൊണ്ട് തന്നെ സുഗട്സു തകർന്ന് വെള്ളമായി ഇപ്പൊ താഴേക്ക് പോവും. അടുത്ത സെക്കൻഡിൽ തന്നെ ആ വെള്ളമെല്ലാം ഒന്നു ചേർന്ന് സുഗട്സ് നോർമലാവും. സുഗട്സ് ചോദിക്കും, നീ എന്നെ തന്നെ ഇപ്പൊ അറ്റാക്ക് ചെയ്യാണല്ലേ? ആരുമില്ലായിരുന്ന നിന്നെ ഇത്രയും നേരം കൂടെ കൊണ്ടു നടന്നത് ഞാനാണ്. സുഗട്സു അവന്റെ വാട്ടർ പവർ ഉപയോഗിച്ച് ജൂഗോയുടെ മുഖത്ത് ഇപ്പൊ ആഞ്ഞടിക്കും. ആ ഒരു അടിയില് ജൂഗോ തെറിച്ചുപോയി ചുമരിലിടിച്ച് ആ ഒരു വലിയ ചുമര് തകർന്ന് അങ്ങനെ വീണ് കിടക്കും. അപ്പോഴായിരിക്കും സുഗട്സു ആ ചുമരിന്റെ അപ്പുറവശത്ത് ഒരു ലൈബ്രറി കാണുക. സുഗട്സു പറയും, ഞാൻ ഒരുപാട് തവണ ഇവിടേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഇത്തരം ഒരു ലൈബ്രറി ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ ആ ലൈബ്രറിയുടെ അകത്തേക്ക് വരും. അവൻ അവിടെ ഉണ്ടായിരുന്ന ഓരോ ബുക്സ് വായിക്കാൻ തുടങ്ങും. അതിലൊരെണ്ണം വായിച്ച് അവൻ ഷോക്കാവും. അപ്പൊ ഇതായിരുന്നോ ഒറോച്ചിമാറുവിന്റെ പ്ലാൻ? ഉറപ്പായിട്ടും ഇതൊരു ഗിഫ്റ്റായി ഞാൻ സാസുവയ്ക്ക് കൊടുക്കും. അപ്പൊ ജൂഗോ അവനോട് ചോദിക്കും, എന്തു പറ്റി, എന്താ നീ അവിടെ കണ്ടേ? ഉടനെ സുഗട്സു അവനിപ്പോ ജൂഗോയോട് പറയും, ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം, നമ്മൾ രണ്ടുപേരും കട്ട ഫ്രണ്ട്സ് ആണ്. നമുക്ക് എത്രയും പെട്ടെന്ന് സാസുകയുടെ അടുത്തേക്ക് പോകണം. അവനെ കണ്ടുപിടിച്ച് ഈ ഒരു സ്ക്രോള് അത് നമുക്ക് അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അപ്പോഴാണെങ്കിൽ ഒരുപാട് പക്ഷികള് അവരുടെ നേരെ പറന്നു പോവും. ജൂഗോ പറയും, എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇതുവഴി പോവാന്ന് പറഞ്ഞ് ഏതോ ഒരു വഴി അവൻ കാണിച്ചു കൊടുക്കും. കട്ട് ചെയ്താ ഇവിടെ സാസുക അവൻ ആ പെരും മഴയത്ത് എന്തോ ലക്ഷ്യമാക്കി എവിടേക്കോ അങ്ങനെ നടക്കുകയാണ്. അപ്പൊ അവന്റെ തൊട്ടു പിന്നിലായിട്ട് ഒരുപാട് വൈറ്റ് സെറ്റ്സുകള്. സാസുക ചോദിക്കും, നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് എന്റെ പിന്നാലെ വരുന്നേ? അതിന് വൈറ്റ് സെറ്റ്സുകൾ ചോദിക്കും, നീ എന്തിനാ ഇപ്പൊ പുറത്തേക്ക് വന്നേ? ഉടനെ സാസുക അവൻ പറയും, ഞാൻ ഓൾറെഡി 2 വില്ലേജ് ഇപ്പൊ നടന്നു വന്നു. ഈ വില്ലേജുകളൊന്നും ഇപ്പൊ പഴയതുപോലെയല്ല, ഒരുപാട് മാറിപ്പോയി. സാസുക ചോദിക്കും, എന്താ ഉണ്ടായേ? സത്യം പറയ്, എന്താ ഇവിടെ നടക്കണേ? പക്ഷെ സുഗട്സു അവര് വീണ്ടും തിരിച്ചും മറിച്ചും ചോദിക്കും, നീ എന്തിനാ ഇവിടേക്ക് വന്നേ? റിയൽ സുഗട്സു അവൻ നിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ലേ? അവൻ എവിടെ പോയി? അത് കേൾക്കുമ്പോ ഇപ്പൊ സാസുവയ്ക്ക് കലിയിളകും. അവനുടനെ ഇപ്പൊ അവന്റെ സുസാനയെ അവിടെ ക്രിയേറ്റ് ചെയ്യും. പങ്കിക്കു ഷെരിങ്ങും കണ്ണ് അത് ഓപ്പൺ ചെയ്ത് ഫുൾ കലിപ്പില് അവരെ തുറച്ചു നോക്കും. അടുത്ത സെക്കൻഡില് ആ സുസാന വൈറ്റ് സെറ്റ്സുകളെ മുഴുവൻ അട്ടിച്ചു നിരത്തും. എന്നിട്ട് അതിൽ ഒരുത്തനെ അവനെ മാത്രം തൂക്കിയെടുത്ത് ഇപ്പൊ എന്താ സംഭവിക്കണേന്ന് സാസുക അവനൊന്നൊന്നായിട്ട് ഇപ്പൊ വൈറ്റ് സെറ്റ്സുവിനെ കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങും. വൈറ്റ് സെറ്റ്സ് പറയും, മാധുര അവനിപ്പോ ആ 8 ടൈലിനെയും 9 ടൈലിനെയും അവർ രണ്ടുപേരെയും പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി അവൻ 5 രാജ്യങ്ങള് ഇതിനോടകം തകർത്തു കഴിഞ്ഞു. അലൈൻഡ് ഷിനോബി ഫോഴ്സിനെ ഞങ്ങൾ ഉപയോഗിച്ച് അവരിപ്പോ തകർക്കാൻ ശ്രമിക്കുകയാണ്. അത് കേട്ട് സാസുക അവൻ ഒരു സെക്കൻഡ് കുട്ടപ്പനെ ആലോചിക്കും. കട്ട് ചെയ്ത സാസുക അവന്റെ സ്ക്വാഡ് എടുത്ത് ആ വൈറ്റ് സെറ്റ്സുയെ വെട്ടി താഴെയിടും. അത് കണ്ട് ഇപ്പൊ ഒരു വൈറ്റ് സെറ്റ്സു അത് പേടിച്ചോടും. അടുത്ത സെക്കൻഡിൽ സാസുക അവൻ ആമത്തറാസ് ഫയർ ഉപയോഗിച്ച് അതിനെ മുഴുവനായിട്ടും കത്തിച്ചു കളയും. സാസുക ഹിറ്റാച്ചി ഓർത്ത് അങ്ങനെ മാസായിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.